ഏറെ പുരാതനമായ ഏകദേശം 3000-ഓളം വർഷം പഴക്കമുള്ള മീർപുത്തൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് കാലത്തെ ഐതിഹ്യ പെരുമ തന്നെയുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പ് വില്ലേജിലുള്ള ഒരു വിശേഷപ്പെട്ട ക്ഷേത്ര സങ്കേതത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മീർപുത്തൂർ ശിവഗംഗാ സന്നിധി. സ്വച്ഛശാന്തവും ഹരിതാഭവുമാർന്ന പ്രകൃതിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് ക്ഷേത്രത്തിലെത്തുന്നവരെ ആദ്യം സ്വീകരിക്കുക. കുളത്തിലെ പനിനീർ ജലത്തിൽ കൈയും മുഖവും കഴുകി ഞങ്ങൾ ശിവഗംഗാ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗ മദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പ് വില്ലേജിലെ മീർപുത്തൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നുള്ളതാണ്. ഉഗ്രരൂപിയായിട്ടുള്ള ശിവൻ മഹാദേവന്റെ പ്രതിഷ്ഠയാണ്, സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ശ്രീകോവിലിനുള്ളിലും ശ്രീകോവിലിന് ചുറ്റും ഇവിടെ വെള്ളമാണ്. ഈ വെള്ളം കൊണ്ട് സദാസമയവും ഭഗവാന് അഭിഷേകം നടക്കും. ഏകദേശം 3000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്. ഈ മീർപുത്തൂർ എന്ന ഈ പ്രദേശം ശരിക്കും നീരുകൊണ്ടുള്ള ഒരു പുത്തൂര് തന്നെയാണ്. എവിടെ നോക്കിയാലും വെള്ളമാണ്. നാലമ്പലത്തിൻ്റെ പുറത്താണെങ്കിൽ ഒരു ചാലായിട്ട് വെള്ളമാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം കൂടിയാണിത്. പുറത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് ശാസ്താവുണ്ട്. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തു കൂടിയാണ് നമ്മൾ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ ബലിക്കല്ലിന് ചുറ്റി വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള സേതുവേട്ടനോട് ചോദിച്ചറിയാം. ഇത് ക്ഷേത്രം വളരെ അപൂർവമായിട്ടാണ്. കാരണം ശിവ ഗംഗ സാന്നിധ്യം ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്. ഗംഗാതീർത്ഥത്തിലിരിക്കുന്ന ഭഗവാൻ. അതെ. അപ്പോൾ അത് വളരെ അപൂർവമാണ്. ഞങ്ങൾ ഇതിനെ കേട്ടിട്ടുള്ളൂ. പാർവതിയും പരമേശ്വരനും ഉണ്ടാവുള്ളൂ. അതെ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവാതിൽ. ഈ കരിങ്കൽ കട്ടിളപ്പടിയിൽ 2 ആനകൾക്ക് നടുവിലായി ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അത് ദേവിയുടേതിനേക്കാൾ സാദൃശ്യം ശ്രീബുദ്ധനുമായിട്ടാണെന്ന് തോന്നുന്നു. അത് ശ്രീബുദ്ധൻ്റെ രൂപമാണെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽപ്പടിയിൽ ബുദ്ധരൂപം കൊത്തിവെച്ചത് എന്തിനായിരിക്കും എന്ന സംശയം ബാക്കി നിൽക്കുന്നു. ഇരുപത്തൊമ്പത് വർഷമായി സേതുവേട്ടൻ ഈ ക്ഷേത്രത്തിലുണ്ട്. ദേവസ്വം ബോർഡ് 49. അതിന്റെ മുമ്പ് ദേവസ്വം ബോർഡ് ആയില്ല. ഹിന്ദുമത ധർമ്മ സ്ഥാപന ബോർഡ്. ഈ ക്ഷേത്രം നേരത്തെ ഒരു നമ്പൂതിരി ഇല്ലത്തിൻ്റെ അധീനതയിലായിരുന്നു. ആ കുടുംബം അന്യം നിന്നു പോവുകയും ഇവിടുത്തെ നിത്യനിദാന കർമ്മങ്ങളെല്ലാം മുടങ്ങുകയും ചെയ്തു. അതിനുശേഷം
കുറേ കാലം കഴിഞ്ഞാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. തൊട്ടാ വിഷയമൊന്നുമില്ല. കാരണം ജലം ഇങ്ങോട്ടാണ് ഒഴുക്ക്. അല്ല, ഉള്ളിലുള്ള ഇത് സ്പർശിക്കാൻ പാടില്ല. അത് ഗംഗാജലം എന്നാണ്. അതിന് ശാന്തിക്കാരന് മാത്രമേ പ്രയോജനം. തിരുമേനി ഇത് കൂടെ നടന്നാ പോവാ. വെള്ളത്തിൽ കൂടെ നടന്നു പോകും. ഇത് ഒരുപാട് ഉയർന്നിരുന്ന വെള്ളേ. നമസ്കാര മണ്ഡപത്തിന്റെ ഒപ്പം വെള്ളം കയറിയുണ്ട്. ഇത് കണ്ടോ, നല്ല പനിനീര് പോലുള്ള ഗംഗാതീർത്ഥം. ശ്രീകോവിലിനുള്ളിലെ ഒരു ഉറവയിൽ നിന്നാണത്രേ ഈ തീർത്ഥം പുറപ്പെടുന്നത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മരത്തിലുള്ള വാസ്തുനിർമ്മിതി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മണിക്കിണർ. ഈ പുറത്തു പരന്നു കിടക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരു തുള്ളി പോലും ഇതിനുള്ളിലേക്ക് കടക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രാചീന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്നല്ലാതെ എന്തു പറയും. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളും തീർത്ഥജലത്തിൽ പ്രതിഫലിക്കുന്ന ആകാശനീലിമയും കണ്ണിന് പൊൻകണി തന്നെയാണ്. തീർത്ഥത്തിലെ മീൻകുഞ്ഞുങ്ങളെ നോക്കൂ, എന്ത് ഭംഗിയാണ്. ഉഗ്രരൂപിയായി ഇവിടെ വസിക്കുന്ന പുത്തൂരപ്പൻ്റെ കോപം ശമിപ്പിക്കാൻ ഭഗവാന്റെ തിരുജടയിൽ വസിക്കുന്ന ഗംഗാദേവി ഇവിടെ തീർത്ഥമായി അവതരിക്കുകയും ആ തീർത്ഥത്തിൻ്റെ ശീതളിമയിൽ ഭഗവാന്റെ കോപം ശമിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. നാലമ്പലത്തിൻ്റെ തറയിൽ കാലങ്ങളായി മുളച്ചു വളരുന്ന കർളകത്തിൻ്റെ വള്ളിയാണിത്. കർളായം എന്നും നാടൻ ഭാഷയിൽ പറയും. ചരിത്രാതീത കാലത്തെ ഒരു തിരുശേഷിപ്പ് തന്നെയാണ് ഈ ക്ഷേത്രം. നേരത്തെ ഏക്കറുകളോളം വയലുകളും പറമ്പുകളും സ്വന്തമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിന് ഇന്ന് ഈ കാണുന്ന കോമ്പൗണ്ട് മാത്രമാണുള്ളത്. പല ഭാഗത്തും തകർന്നു കിടക്കുന്ന ആനപ്പള്ള മതിലും മരത്തിൻ്റെയും കരിങ്കല്ലിൻ്റെയും വാസ്തുനിർമ്മിതികളും ഈ ക്ഷേത്രത്തിൻ്റെ നഷ്ടപ്രതാപം വിളിച്ചോതുന്നു. പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ പേരുപോലെ തന്നെ നീരുപൊടിയുന്ന മണ്ണോട് കൂടിയ, മനസ്സിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന അന്തരീക്ഷത്തോടു കൂടിയ ഒരു ക്ഷേത്രമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടേക്ക് എത്തിച്ചേരാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് ശേഷം 55-ാം മൈൽ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ടുള്ള ചെറിയ റൂട്ടിൽ ഒരു 2.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഇവിടെ എത്താം. മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ വഴി വരുന്നവരാണെങ്കിൽ അലനല്ലൂർ കഴിഞ്ഞതിന് ശേഷമുള്ള പള്ളിപ്പടി എന്ന സ്റ്റോപ്പിൽ നിന്നും വലത്തോട്ട് ഒരു 2-2.5 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടെ എത്താം.